വാർത്തകൾ തുടരുന്നു. സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നതടക്കമുള്ള വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം സ്വകാര്യ സർവകലാശാലയ്ക്കായി പണം കണ്ടെത്തുന്നതും കൂടുതൽ KSRTC ബസ്സുകൾ വാങ്ങുന്ന വിഷയവും സഭയിൽ ചോദ്യമായി ഉയരും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിരാ ഇന്ന് നിയമസഭ ചേരുമ്പോൾ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കുറയുന്നത്, സ്കൂളുകൾക്കുള്ളിൽ ഇതിലുണ്ടാകുന്ന പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വലിയ പ്രതിഷേധത്തോടെ തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ഇന്ന് പ്രതിപക്ഷം സഭയിൽ ചർച്ചയായി ഉന്നയിക്കും. അതേസമയം തന്നെ പല വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രതിപക്ഷം ചോദ്യം ഉയർത്തും. അതിൽ പ്രധാനമായും സ്വകാര്യ സർവകലാശാലകൾ രംഗത്ത് വരുമ്പോൾ അതിൽ സ്പോൺസർഷിപ്പുകൾ എങ്ങനെ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കും. സ്വകാര്യ സർവകലാശാലയ്ക്കുള്ള പണം അനുവദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ മറ്റ് KSRTC പ്രതിസന്ധി ഒഴിവാക്കാൻ, അതായത് വാഹനങ്ങൾ വാങ്ങുന്നത്, പുതിയ ബസ്സുകൾ വാങ്ങുന്ന കാര്യങ്ങളടക്കം ചോദ്യമായി ഉയരും. ചോദ്യോത്തരവേളയിൽ പ്രധാനമായും ഇക്കാര്യങ്ങൾ രംഗത്ത് വരും. കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളടക്കം ഇന്ന് ചോദ്യമായി വരും. ഇന്ന് ഏതായാലും നിയമസഭാ സമ്മേളനത്തിൽ ഇത് തുടരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. പ്രതിപക്ഷം ഇക്കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് അറിയാനുള്ള ശ്രമം, അതായത് ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഏതായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിയമസഭ ബാക്കിയുള്ളത്. 25-ാം തീയതിയോടെ നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ പ്രത്യേകിച്ചുമുള്ള ധനാഭ്യർത്ഥനമേലുള്ള ബില്ലുകളടക്കം പാസാക്കി വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനമാകും ഉണ്ടായിരിക്കുന്നത്. അതിന് ശരി വിഷ്ണു.